എന്താടാ ഇത്ര വലിയ കാര്യം? പറയാം. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. എന്നാ ഇനി പറയാം. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. പോവാതെ പിന്നെ നീ ഇവളും കൂടി ഇവിടെ കുത്തിയിരുന്ന് അക്കുത്തി കുത്തി കളിക്കൂ? ഇല്ല, ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. ബിസിനസ്സോ? നീയോ? എന്താ, ഞാൻ തുടങ്ങിയാൽ പറ്റില്ലേ? പറ്റായികയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇത്രയും വലിയ കാർണിവൽ ഗ്രൂപ്പ് സ്വന്തമായിട്ടുള്ളപ്പോ പിന്നെ നീ എന്തിനാ സെപ്പറേറ്റ് ബിസിനസ് തുടങ്ങുന്നേ? അത് ഏട്ടന്റെ കമ്പനിയല്ലേ. എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊക്കെ പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? കാർണിവൽ ഗ്രൂപ്പിന്റെ MD കളപ്പുരയ്ക്കൽ അഭിമന്യാണെന്ന് അറിയാത്ത ആരാ ഈ നാട്ടിലുള്ളത്? നാട്ടുകാരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല. അല്ല, ഇപ്പൊ നിനക്ക് എന്തിന്റെ കേടാ? നമ്മുടെ കമ്പനിയിൽ അങ്ങ് തുടർന്നാ പോരെ? പോരാ, എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടണം. അവനവന്റെ വിയർപ്പ് കൂട്ടി ആഹാരം കഴിച്ചാലേ മനസ്സ് നിറയൂ അമ്മേ, അല്ലെങ്കിൽ വയറ് മാത്രമേ നിറയൂ. നീ എന്താടാ വലിയ പക്വതക്കാരനായിട്ട് സംസാരിക്കുന്നത്? പിള്ളേരുടെ സ്ഥാനത്ത് നിന്നാ മതി. ജീവിതാനുഭവങ്ങളില്ലാത്ത നീ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ എങ്ങും എത്താൻ പോകുന്നില്ല. തൽക്കാലം നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അതല്ല, ഇതൊരു വേണ്ടാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞ് എന്തിനാ ഒരാളുടെ കോൺഫിഡൻസ് കളയുന്നേ? ഇനിയെങ്കിലും ഹർഷേട്ടൻ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പഠിക്കട്ടെ. ഓ, അത് ശരി. അപ്പം ഇതെല്ലാം നിന്റെ ഉപദേശമായിരുന്നു അല്ലേ? വെറുതെ അല്ല കല്യാണത്തിന് ശേഷം ഇവന് വാല് മുളച്ചത്. ഉപദേശിച്ച് നീ എന്റെ മക്കളെ തമ്മിൽ പിരിക്കും അല്ലടി? അമ്മ വെറുതെ എന്റെ സത്യത്തെ കുറ്റം പറയണ്ട. ഇത് ഇവളുടെ ഉപദേശം തീരുമാനമൊന്നുമല്ല, എന്റെ സ്വന്തം തീരുമാനമാണ്. കൂടെ നിൽക്കാനും അനുഗ്രഹിക്കാനും മനസ്സുള്ളവർ നിന്നാ മതി, അല്ലാത്തവർക്ക് കളഞ്ഞിട്ട് പോവാം. നിർത്തടാ. അമ്മയോട് എന്ന് മുതലാ നീ കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്? സോറി പറയടാ. സോറി പറയാൻ. സോറി. അബി, നീ ഒന്ന് പറയടാ, ഇവനോട് സാഹസം കാണിക്കരുതെന്ന്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇവന് ത്രാണിയുണ്ടോടാ? വെറുതെ കാശും സമയവും കൊണ്ട് കളയാൻ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ പലതും പറയും. അത് കേട്ടും വിവരമുള്ള ആരെങ്കിലും ചാടി പുറപ്പെടൂ. ബിസിനസ് എന്ന് വെച്ചാ എന്താ, കുട്ടികളെയാ? അമ്മ മിണ്ടായിരിക്കും, ഞാൻ സംസാരിച്ചോളാം. അത് ഏട്ടാ. എന്താടാ ഇപ്പൊ നിനക്കൊരു മനംമാറ്റം? ഞാൻ പറഞ്ഞിട്ടാ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അമ്മ മിണ്ടായിരിക്കേ, സപ്തതി പറയട്ടെ. എങ്ങനെ മിണ്ടാതിരിക്കും? കണ്ടില്ലേ അവളുടെ തനി നിറം? തലയണ മന്ത്രം കൊടുത്തും എന്റെ ചെറുക്കനെ മയക്കി എടുത്തതും പോരാ, പരസ്യമായിട്ട് അത് വിളിച്ചു പറയാൻ അവൾക്ക് വല്ല മടിയുണ്ടോന്ന് നോക്ക്. അമ്മ പ്ലീസ്. അഭിയേട്ടൻ ക്ഷമിക്കണം. ദയവേത് ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റരുത്. നിങ്ങൾ സഹോദരങ്ങൾ എന്നും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ കഴിയുന്നത് കാണാനാ എനിക്കും താല്പര്യം. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരാള് മറ്റൊരാളുടെ നിഴലാവണമെന്നല്ല. സപ്തതി എന്താ പറഞ്ഞു വരുന്നത്? സ്വന്തം ഭർത്താവിന് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാവണമെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അഭിയേട്ട? അവൻ ഇനി മറ്റുള്ളവരുടെ കണ്ണിൽ എത്ര ചെറിയ ആളും ആയിക്കോട്ടെ, പക്ഷെ അവന്റെ ഭാര്യയ്ക്ക് അവൻ ലോകത്തെ ഏറ്റവും ഉത്തമനായ പുരുഷനായിരിക്കും. അതാ അഭിയേട്ട ഒരു നല്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അടിത്തറ. അങ്ങനെയാ ചെറുപ്പം മുതൽ ഞങ്ങളൊക്കെ കണ്ടും കേട്ടും വളർന്നത്. ഒരുപക്ഷെ പഴഞ്ചനാണെന്ന് തോന്നാം, പക്ഷെ എനിക്കതില് അപമാനമൊന്നുമില്ല. എന്റെ ഹർഷേട്ടനാ ഞാൻ കണ്ട ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ. അല്ല, എന്റെ ലോകത്തെക്കാളും വലിയ മനുഷ്യൻ. ആ മനുഷ്യന് ഒരു ചെറിയ അപമാനം പോലും ആരിൽ നിന്നും ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. അഭിയേട്ടന്റെ കമ്പനിയിലും മനസ്സിലും എന്റെ ഹർഷേട്ടന് നല്ല സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം. അഭിയേട്ടൻ സ്വപ്നത്തിൽ പോലും
ഹർഷേട്ടനെ തള്ളി പറയില്ല എന്നും അറിയാം. പക്ഷെ അഭിയേട്ട, അത് പോരാ. ഇനിയെങ്കിലും കുട്ടിക്കളികൾ അവസാനിപ്പിച്ച് ഹർഷേട്ടൻ അഭിയേട്ടൻ ഒരു നല്ല അനുജനും അമ്മയ്ക്കൊരു നല്ല മകനും എനിക്ക് ഒരു നല്ല ഭർത്താവുമായി മാറട്ടെ. സ്വന്തം ഭർത്താവിന്റെ അധ്വാനം കൊണ്ട് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് പെണ്ണാ അഭിയേട്ട ഈ ഭൂമിയിലുള്ളത്? ഭർത്താവിന് അന്തസ്സുണ്ടാവുമ്പോഴാ ഭാര്യയ്ക്കും അഭിമാനം ഉണ്ടാവുന്നത്. സ്വന്തമായി നിലപാടുകളൊന്നുമില്ലാത്ത ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അവരനുഭവിക്കുന്ന അപമാനം, വേദന, ഒറ്റപ്പെടൽ അതവർക്ക് മാത്രമേ അറിയൂ. അങ്ങനൊരു പെണ്ണിനെ തരം താഴ്ത്താനും ചവിട്ടി തേക്കാനും ചിലപ്പോ സ്വന്തം അച്ഛനമ്മമാര് പോലും മടിക്കില്ല. പിന്നെയല്ലേ ഭർത്താവിന്റെ വീട്ടുകാര്. അങ്ങനൊരു ദുരന്ത നായികയാവാൻ എനിക്ക് വയ്യ അഭിയേട്ട. സ്വർഗം വേണ്ട എനിക്ക്, നരകം മതി. പക്ഷെ അതെന്റെ ഭർത്താവിന്റെ വിയർപ്പിലും തണലിലും പടുത്തുയർത്തിയതാവണം. നീ എന്തിനാ മോനെ ഇവളുടെ ഈ അഹങ്കാരം കേട്ടിട്ട് കൈയടിക്കുന്നത്? ഇത് അഹങ്കാരമല്ല അമ്മേ, ഒരു പെണ്ണിന്റെ അഭിമാനവും ആത്മവിശ്വാസവും. അതിനെ നമ്മൾ കൈയടിച്ച് തന്നെ സ്വാഗതം ചെയ്യണം. ശ്ശോ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അതെ അമ്മേ, സപ്തതി പറഞ്ഞത് 100% ശരിയാണ്. ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ കുറിച്ച് സ്വപ്നം കാണാൻ അവകാശമുണ്ട്. ഇങ്ങനൊരു ഭാര്യ ഇവന്റെ സൗഭാഗ്യ. ഇവളുടെ ഈ ധൈര്യവും പ്രത്യാശയും ഹർഷനൊരു നല്ല ഭാവി സമ്മാനിക്കും. ഇവള് കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതിയിൽ ഇവരെത്തും. ഇന്നലെ വരെ ഇവനെ കുറിച്ച് എനിക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. സപ്തതി അത് മാറ്റി. സപ്തതി, എന്താ ബേട്ട? നിന്റെ ഹർഷൻ നീ സ്വപ്നം കാണുന്നതിനേക്കാളും വലിയ ആളായി മാറും. താങ്ക് യു ബേട്ട. നിനക്ക് എന്താ അഭി പറ്റിയത്? നിന്റെ കൂടെ കമ്പനിയിൽ ഇവൻ കൂടി വരുന്നത് നിനക്കൊരു ബാധ്യതയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിനെന്തിനാ ഇങ്ങനെ അവനെ നടതള്ളുന്നത്? ജീവിതത്തിൽ നിന്ന് ഇവൻ സ്വയം നടതള്ളി പോവാതിരിക്കാനാണ്. അമ്മയുടെ ഹർഷൻ അമ്മയുടെ അഭിമന്യുവിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിലെത്താനാ അമ്മ. ഭർത്താവിനോട് ഇത്രയും സ്നേഹമുള്ള ഒരു മരുമകളെ അമ്മയ്ക്ക് കിട്ടിയത് അമ്മയുടെ ഭാഗ്യമാണെന്ന് വിചാരിക്കുക. പണ്ടിവര് പ്രേമിച്ച് നടന്നപ്പോ കുട്ടിക്കളിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിന് എനിക്കിപ്പോ കുറ്റബോധമുണ്ട്. ഹർഷന്റെ തീരുമാനം വളരെ ശരിയായിരുന്നു. കെട്ടിയൊരുക്കി കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ജീവനുള്ള പാവയുടെ പേരല്ല ഭാര്യ. സമയാസമയത്ത് അവൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവന്റെ ജീവിതം ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടുന്നവളാവണം ഭാര്യ. അവന്റെ മനസ്സറിഞ്ഞ് അവൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളാവണം ഭാര്യ. അവനെ ആദരിച്ച് ബഹുമാനിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ അവൻ അർഹിക്കുന്ന സ്ഥാനം വാങ്ങിക്കൊടുക്കുന്നവളാവണം ഭാര്യ. എല്ലാത്തിലും ഉപരി അവന് വേണ്ടി ഏതറ്റം വരെ വാദിക്കാനും ചെറുതെറ്റുകൾ നോക്കാതെ അത് സാധിച്ചെടുക്കാനും കഴിവുള്ളവളാവണം ഭാര്യ. സപ്തതിയെ പോലെ. മതി അഭിയേട്ടാ, എനിക്കിനി മരിച്ചാലും മതി.
എന്റെ സപ്തതിയെ പറ്റി ഞാൻ പോലും ഇത്ര നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവൾ അർഹിക്കുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, നിങ്ങൾ എന്ത് ബിസിനസ്സാ തുടങ്ങാൻ പോകുന്നേ? പറയൂ സപ്തതി, അവിട്ടും ചോദിച്ചു കേട്ടില്ലേ? കേറ്ററിംഗ് ബിസിനസ് അഭിയേട്ട. സൂപ്പർ. നിന്റെ പാചകവും ഇവന്റെ വാചകവും കൂടി ആവുമ്പോ സക്സസ് ഉറപ്പാ. താങ്ക് യു ഏട്ടാ, അത് തന്നെയാ സപ്തതിയും പറഞ്ഞത്. നീ ധൈര്യമായിട്ട് തുടങ്ങണ. ഈ ഏട്ടൻ നിന്റെ കൂടെ ഉണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനായി നിനക്ക് എത്ര രൂപ വേണ്ടത്? അയ്യോ, എനിക്ക് കാശൊന്നും വേണ്ട. എന്റെ ബിസിനസിന് ആവശ്യമുള്ള കാശ് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഏട്ടൻ സഹായിച്ച പിന്നെ എനിക്ക് എന്ത് റിസ്ക്കാ ഉള്ളത്? റിസ്ക് ഇല്ലാത്തടത്ത് എവിടെ ഏട്ടാ സക്സസ്? ഇതും സപ്തതി പഠിപ്പിച്ചു തന്നാണോടാ? അയ്യോ അല്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്ത. ഹർഷേട്ടാ, സപ്തതേച്ചി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാ ഞാൻ ഇതുവരെ നിശബ്ദം കേട്ടു നിന്നത്. പക്ഷെ എന്റെ മൗനത്തിന് 100 നാവായിരുന്നു. ഇന്നോളം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വാർത്തയായിരുന്നു ഇത്. ഇന്നോളം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സീനായിരുന്നു ഇത്. കൺഗ്രാറ്റുലേഷൻസ്. നീ വാവന്തികെ. അമ്മേ കണ്ടോ, അമ്മ പിണങ്ങി. ആര് പിണങ്ങിയാലും ഹർഷേട്ടൻ എന്താ? സ്വന്തം മനസാക്ഷി പിണങ്ങാതിരുന്നാ പോരെ? മതി അല്ലേ? പിന്നെ എന്നാ പിന്നെ അടിപൊളി. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമി ശരണം. അയ്യപ്പ. സ്വാമി ശരണം. സ്വാമിയേ ശരണോ അയ്യപ്പോ. അയ്യേ, ഈ ഹർഷേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ? അവളുടെ കൂടെ കൂടി ചായക്കട തുടങ്ങാന്ന് വെച്ചാ? ചായക്കടയല്ല വന്തികെ, കാറ്ററിംഗ് സർവീസ് എന്നല്ലേ അവള് പറഞ്ഞത്. സംഗതി പറഞ്ഞു വരുമ്പോ അടിസ്ഥാനപരമായി രണ്ടും ഒന്നല്ല ആന്റി. ഈ കാറ്ററിംഗിന്റെ പ്രാചീന ഭാവമല്ലേ ചായക്കട? ആണോ? പിന്നല്ലാതെ. അന്ന് ചായക്കട തേടി ആൾക്കാർ പോവും, ഇന്ന് അതുണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ വിളമ്പും. ഇത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ആ, ശരിയാണല്ലോ. എന്റെ കൊച്ചുനാളില് ഞങ്ങളുടെ മുക്കിലും ഉണ്ടായിരുന്നു ഒരു അയ്യപ്പൻ പിള്ളയുടെ ഉണക്ക ചായക്കട. പക്ഷെ അവിടുത്തെ ഉടങ്കൊല്ലി ബെഞ്ചിൽ കട്ടനും പുട്ടും അടിക്കാൻ നാട്ടിലെ പൗരപ്രമാണിമാർ ഇങ്ങനെ നിരന്നിരിക്കും. ഞാൻ ആ വഴി സ്കൂളിൽ പോകുമ്പോ അച്ഛൻ അവിടെങ്ങാനും നിന്ന പരിപ്പുവടയും ബോളിയും പൊതിഞ്ഞ് കൈ തരും. ഓ, അന്നത്തെ പലഹാരങ്ങൾക്കൊക്കെ എന്തൊരു മണവും സ്വാദുമായിരുന്നു. ആന്റിയുടെ നൊസ്റ്റാൾജിയ കേൾക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ചായക്കട തുടങ്ങുന്ന കാര്യത്തിൽ നിന്നും ഹർഷേട്ടനെ ഒന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറയാനാ. എടി, അവള് പറഞ്ഞ അവന് വേദവാക്യോ? ആ വേദം ആന്റി പൊളിച്ചിടണം, അല്ലെങ്കിൽ നാണക്കേടാ. കളപ്പൊരിക്കൽ ഹർഷൻ വല്ലവരുടെ പാത്രം കഴുകി ജീവിക്കുന്നവനാണെന്ന് നാളെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ ആന്റി, സപ്തതിയുടെ കൾച്ചർ അതാ. ബോട്ടും പൂക്കച്ചടവും. അവൾക്ക് കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞ സ്വർഗവാ. ഇന്നോളം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ബിസിനസ്. കാർണിവൽ ഗ്രൂപ്പിന്റെ MD-യുടെ വീട്ടിലാ ഈ ഹർഷേട്ടൻ താമസിക്കുന്നെന്ന് ആന്റി ഓർക്കണം. അത് ശരിയാ. ഇപ്പൊ ഹർഷേട്ടൻ ഒരു ബോട്ട് കണ്ടക്ടറുടെ മരുമകനാണെങ്കിലും നാളെ കൃഷ്ണാമൃതത്തിൽ പുരുഷോത്തമൻ നമ്പ്യാരുടെ മരുമകനാവേണ്ടവനാ. ആ മനുഷ്യനെ കൊണ്ട് ഈ വൃത്തികെട്ട ജോലിയൊക്കെ ചെയ്യിപ്പിക്കാന്ന് വെച്ചാ വേണ്ട പോലെ ഏൽക്കുന്നില്ല. കളം മാറ്റി ചവിട്ടാം. പോട്ടെ, ഇതെല്ലാം പോട്ടെ. ഇനി ഈ ബിസിനസ് എങ്ങാനും സക്സസ് ആയാ പിന്നെ സപ്തതി പിടിച്ചാ കിട്ടോ? ആ, അങ്ങനെ ഈ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നേരാ, ഞാൻ അതോർത്തില്ല. ഓർക്കില്ല, എനിക്കറിയാം. അതല്ലേ ഞാൻ ഓർമ്മിപ്പിച്ചു തന്നത്. ആ
എന്റെ ആന്റി, അവളുടെ രക്തത്തിൽ ഒരു കച്ചവടക്കാരി ഒളിച്ചിരിപ്പുണ്ട്. അതെങ്ങാനും കാര് പത്തി വിടർത്തിയ പിന്നെ ആന്റി ഞാനും കണ്ട സ്വപ്നങ്ങളൊക്കെ 7-ാം കടലിനക്കരെ പോയി ഒളിക്കും. പിന്നെ അവളെ ഹർഷേട്ടനെ നിന്ന് അകറ്റാൻ പറ്റുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ആ അതാ പറഞ്ഞത്, ഈ കച്ചവടം അവര് തുടങ്ങാൻ പാടില്ല. ഹോ, എന്ത് വില കൊടുത്തും നമ്മളിത് മുളയിലേ നുള്ളണം. നുള്ള മോളെ, അങ്ങനെ സപ്തതി അഹങ്കരിക്കാൻ നമ്മൾ അനുവദിക്കില്ല. സപ്തതി മാത്രല്ല സംയുക്തേ, അവൾ ആ സപ്തതിയുടെ ബലം ഒന്ന് തല്ലി കൊഴിച്ചാലേ മറ്റത് താനെ കൊഴിഞ്ഞു വീഴും. വീഴ്ത്തടി, വീഴ്ത്താം. നീയേ ചുമ്മാ ആന്റിയുടെ കൂടെ നിന്ന് തന്നാ മതി. കുബുദ്ധികളുടെ ഹെഡ് ഓഫീസ് അടി എന്റെ ഈ മനസ്സ്. പരാജയമറിയാത്ത നല്ല സ്വയംപൻ പോരാളിയാ ഞാൻ. നീ നോക്കിക്കോ, ജയം ഒരു വെളിപ്പാടാകലെ. മോനെ, എന്താ മേ? നിങ്ങൾ എങ്ങോട്ടാ? ഓഫീസിലേക്കാണോ? അതെ മേ. എന്താ? പറയുമ്പോ അമ്മയോട് പരിഭവമൊന്നും തോന്നരുത്. സംയുക്ത ഇന്നു മുതൽ ഓഫീസിൽ പോണ്ട. എന്താ മേ പ്രശ്നം? അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അമ്മയ്ക്ക് ഈ അമ്മ വേഷം ഒന്ന് അഴിച്ചു വെച്ചിട്ട് മുത്തശ്ശി വേഷം കെട്ടണമെന്നൊരാഗ്രഹമുണ്ട്. അതും എന്റെ ഓഫീസിൽ പോക്കും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടല്ലോ. നീ ഇങ്ങനെ 24 മണിക്കൂറും ഓഫീസും ടെൻഷനുമായിട്ട് നടന്ന എങ്ങനെയാ ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാവുന്നേ? അബിയുടെ കാര്യം പോട്ടെ, ആണുങ്ങള് ജോലി ചെയ്യണം. പക്ഷേ അവൻ വൈകിട്ട് ഓഫീസ് വിട്ട് തളർന്നു വരുമ്പോ സ്വീകരിക്കാനും സ്നേഹത്തോടെ 4 വർത്തമാനം പറയാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഒരു പെണ്ണ് വേണ്ടേ? അതിന് ഞാനിവിടെ ഉണ്ടല്ലോ. നീ ഇവിടെ ഇല്ലല്ലോ. രണ്ടുപേരും കൂടെ ഓഫീസിൽ പോയിട്ട് നീയും തളർന്നു കൂത്തിയല്ലേ ഇങ്ങോട്ട് വരുന്നേ. പിന്നെ നിനക്ക് എവിടെയാ ഭർത്താവിനെ പരിചരിക്കാൻ നേരം? നാട്ടുകാരോരോന്ന് പറഞ്ഞു തുടങ്ങി. അതിന് ഈ വീട്ടിലെ കാര്യത്തില് നാട്ടുകാർക്ക് എന്താ അത്ര താല്പര്യം? അല്ല, ആ കല്യാണം വിളിക്കാൻ വന്നില്ലേ ജെയിംസും ഭാര്യയും? അവരാ പറഞ്ഞത്. അവര് പോയി അവരുടെ വീട്ടിലെ കാര്യം നോക്കട്ടെ അമ്മേ. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോരെ? എടാ, ഞാൻ നല്ലതിനു വേണ്ടി ഈ പറയുന്നേ. എന്ത് നല്ലത്? ഇത്രയും പഠിപ്പുള്ള ഏട്ടത്തി വല്ലവരും പറയുന്നത് കേട്ട് വീട്ടിൽ ചടഞ്ഞിരിക്കുന്നതാണോ അമ്മേ നല്ല കാര്യം? നാട്ടുകാരങ്ങനെ പലതും പറയും. അവരെക്കാൾ മുകളിലെത്തിയ അസൂയും കുശുമ്പും പറയും. താഴെ പോയാ സഹതാപം പറഞ്ഞ് മുതലക്കണ്ണീര് കൊഴുക്കും. അത് നാട്ടു നടപ്പാ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ മിണ്ടായിരിക്കും ഹർഷ. എന്റെ ഏട്ടാ ഞാൻ നിർത്തടാ, അമ്മ പറയട്ടെ. ഇവൾ അധ്വാനിച്ച് കുടുംബം പുലർത്തേണ്ട അവസ്ഥ എന്തായാലും കളപ്പുരയ്ക്കലില്ലല്ലോ. എന്റെ അമ്മ പെണ്ണ് ജോലിക്ക് പോകുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അവളിൽ ഉറങ്ങിക്കിടക്കുന്ന അവളെ തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടിയാ. ഓ, ആൺ പെണ്ണെന്നൊക്കെ ഈ കാലത്ത് ആരെങ്കിലും പറയും? പഠിപ്പും വിവരവും വിവേകവും ഉണ്ടെങ്കിൽ ആണും പെണ്ണും എല്ലാം ഒന്നാ. ഇത്രയും കോടി ആണുങ്ങളുള്ള ഇന്ത്യയെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഭരിച്ചില്ലേ? എന്തിന്? ക്ലിയോപാട്ര, ബേനസീർ ഭൂട്ടോ, എലിസബത്ത് രാജ്ഞി, അവര് മുതൽ നമ്മുടെ ഉണ്ണിയാർച്ചയും ഉമയമ്മ മഹാറാണിയും എന്റെ അമ്മയും വരെ പെണ്ണുങ്ങളല്ലേ അമ്മേ? ലോകത്തേത് മേഖലയിലാ പെണ്ണുങ്ങൾ കൊടി നാട്ടാത്തത്? കൽപ്പന ചൗള ഭൂമി വിട്ട് ശൂന്യാകാശം കറങ്ങി വന്ന പെണ്ണാ. പക്ഷെ ഈ പെണ്ണുങ്ങളിൽ മിക്കവാറും എല്ലാവരും പ്രസവിച്ചവരാ. ജോലിയും പദവിയൊന്നും അവരുടെ പ്രസവത്തിന് ഒരു വിലങ്ങുതടിയായില്ല. ഒരു സ്ത്രീയായ അമ്മ തന്നെ ഇങ്ങനെ സ്ത്രീകളെ തള്ളിപ്പറയുന്നത് കഷ്ടമാ. നിർത്തടാ നിന്റെ കവല പ്രസംഗം. പ്രസംഗം അല്ല ഏട്ടാ, പ്രസവത്തിന്റെ കാര്യമാ പറഞ്ഞത്. പെണ്ണ് പ്രസവിക്കാത്തത് ഒന്നുകിൽ അവൾ അതിന് കഴിവില്ലാത്തവളോ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുള്ളവളോ ആയിരിക്കും.
ശ്ശോ. ഇവിടെ ഇപ്പോ ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ പ്രായവും കടന്നു പോയിട്ടില്ല. പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വല്ല കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രസവം പാടാം. ഇവിടെ ഇപ്പൊ അതും ഇല്ലല്ലോ. നിങ്ങൾ ഫുൾ ടൈം ഭയങ്കര ഹാപ്പി അല്ലേ? എനിക്ക് അറിയാം, നിങ്ങൾക്കിപ്പോ ഉടനെ കുട്ടികൾ വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലേ. പിന്നെന്തിനാ ഏട്ടത്തിന് ജോലി കളയുന്നേ? അത് ശരിയാ, അത് തന്നെയാ എന്റെ അഭിപ്രായം. നിന്നോട് ആരാ ഇവിടെ അഭിപ്രായം ചോദിച്ചേ? ഇവളെ ഒഴിവാക്കാൻ ഇത് തന്നെ പറ്റിയ അവസരം.